ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മട്ടൻ പായ. അത് മട്ടൻ്റെ ലെഗ് ബോൺസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. യൂഷ്വലി തമിഴ്നാട്ടിലുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളുടെ നാട്ടിലിപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് മട്ടൻ ബോൺ സ്റ്റ്യൂ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ കുറുമാന്നോ അങ്ങനത്തെ ഒരു വേർഷനോ വരാം. എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു മട്ടൻ്റെ ലെഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 കാലുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇടുക. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഒരു ടീസ്പൂൺ ഉപ്പ് മതി. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. ഒരു അര ലിറ്റർ വെള്ളത്തോളം ഒഴിക്കുക നമ്മൾ. എന്നിട്ട് നമുക്കിത് ഒരു 10 വിസിൽസ് വരുന്നത് വരെ നന്നായി പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ സ്പൈസസ് എല്ലാം ഇടാം. കൽപ്പാസി, 2 പീസ് പട്ട, ഒരു സ്റ്റാർ അനൈസ്, തക്കോലം, കുറച്ച് ഗ്രാമ്പൂ, 2 വഴണയില, കുറച്ച് പെരുംജീരകം. ഇത് മൊത്തത്തിൽ നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്തപോലെ ഇടാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു 20 ചുവന്നുള്ളി പകുതിയായിട്ട് മുറിച്ചത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 2 പഴുത്ത തക്കാളി. ആദ്യം നമ്മൾ ഈ ചുവന്നുള്ളിയും സവാളയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല ചുരുങ്ങി വരണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തക്കാളി ഇടാം. നമ്മൾ ചുവന്നുള്ളിയും സവാളയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചതിടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റി തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് വരണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ. പിന്നെ നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ. ഇത്ര ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം പച്ച സ്മെല്ലെല്ലാം പോയി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുടെ ഒരു അരപ്പുണ്ടാക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ തേങ്ങയുടെ അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ, പിന്നെ കസ്കസ് വെള്ളത്തിലിട്ടത്, കുറച്ച് കശുവണ്ടി, ഒരു 1.5 ടീസ്പൂൺ കസ്കസും, ഒരു 10 പീസ് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകവും. ഈ 3 സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മട്ടൻ ഒരു 10 വിസിൽസ് എല്ലാം കഴിഞ്ഞിട്ട് നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ഗ്രേവിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊരു 5 to 10 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിടാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമ്മളെപ്പോഴും ഉപ്പ് ആഡ് ചെയ്യുമ്പം നോക്കി ആഡ് ചെയ്യണം. എനിക്ക് പലപ്പോഴും ഇതുപോലത്തെ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. എല്ലാം നന്നായി കുക്ക് ചെയ്തിട്ട് വരും. ലാസ്റ്റ് ഉപ്പ് കൂടിപ്പോയ ഒരു പ്രശ്നം കാരണം ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് ഇപ്പം നമ്മുടെ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. ഇത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് അരച്ച തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം. തേങ്ങയും കശുവണ്ടിയും പെരുംജീരകവും കസ്കസും ചേർത്ത് അരച്ച പേസ്റ്റാണിത്. ഇനി ഇത് ഈ പാത്രം കഴുകിയ വെള്ളവും അല്ലെങ്കിൽ മിക്സി കഴുകിയ വെള്ളവും കൂടെ കുറച്ച് ചേർക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിരിക്കും. നമ്മളിത് അപ്പത്തിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു
കുറച്ച് ഒത്തിരി കട്ടിയായിട്ടുള്ളതല്ല, പക്ഷേ കുറച്ച് ലൂസ് ഗ്രേവി ആയിരിക്കണം. ലാസ്റ്റായിട്ട് നമുക്കിതിൽ ഇനി ചേർക്കാനുള്ളത് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പെപ്പർ പൗഡറുമാണ്. ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ഉപ്പെല്ലാം ഒന്നും കൂടെ ഫൈനലി ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ്സ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നമ്മുടെ മട്ടൻ പായ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഉണ്ടാവുക. നല്ല സ്മെല്ലാണ്. നല്ല ഇടിയപ്പോ അപ്പോ ഇഡ്ഡലി ദോശ എന്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാം നമുക്ക് സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.